ഹലോ ഗായ്സ്, ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ വ്ളോഗാണ്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല, തിരക്കാണ്. അതാണ് കാരണം, വേറൊന്നുമല്ല. എന്താ പറയുക, എല്ലാം കൂടി ഒന്നിച്ച് ഓടിയെത്തുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്സ് മാത്രമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. നമ്മളൊന്ന് ചെറുതായിട്ടൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോകണം. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് വ്ളോഗ് എടുക്കാം എന്നുള്ളത്. എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോസും ആകുമ്പോൾ ഫോണിൽ സ്പേസും ഇല്ല, അതും ഒരു കാരണമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ ഞാൻ എണീച്ചു. ഷുട്ടു എണീച്ചില്ല. ഞാൻ ഇനിയിപ്പോൾ കുളിക്കാൻ നോക്കുന്ന അതിലിടയ്ക്ക് ഷുട്ടുവിന് കുറച്ച് പോകുന്നതിന് മുന്നേ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നോക്കുക, ഫുൾ പിമ്പിൾസ് എന്നാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാളും കൂടെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ ഷുട്ടുപ്പി കുറച്ച് ക്രാങ്കിയായി, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവൾക്ക് മുന്നിൽ തനിയെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നിൽ തനിയെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോലീസ് പിടിക്കുന്നു. അങ്ങനെ ആൾ ഒറ്റയ്ക്ക് തന്നെ ബാക്കിൽ പോയിട്ട് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ വലിയ മൈൻഡാക്കിയില്ല. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തും എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാൻ പോകാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിനെന്താ നമ്മൾ ചക്രക്കല്ലൊക്കെ എത്താറായി. ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ പോകാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും വെയിലും ചൂടുമാണ് കേസ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചൂടാണെന്നറിയാം. അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങാണ്ട് നമ്മൾ വൈകുന്നേരം പോവാം, എന്നാൽ കുറച്ചും കൂടി ഒരു ഫണ്ണായിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ ആളോരോ പരാതി പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ എൻ്റെ അടുത്ത് മുന്നിൽ വന്നിരുന്നു. ഇത് നമ്മളെ പുതിയ വണ്ടിയിൽ ഇത് അടിപൊളി സിസ്റ്റം കേട്ടോ. എക്സ്ട്രാ ഒരു ഇങ്ങനത്തെ TV പോലത്തെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ അവളുടെ അച്ഛൻ ആൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ക്രാങ്ക്നെസ് കുറയും. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പക്ഷേ കൊടുക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഇതിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴി നമ്മൾ എന്താ പറയുക, മതുക്കോത്ത് എത്തുന്നതിന് മുന്നേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാം മൊത്തം എണ്ണക്കടികളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. എണ്ണക്കടികൾ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതോ ഒരു കാറും ബസ്സും കൂടി എന്തോ ഒരു ചൊറ ഉണ്ടായി. അയാൾ വിട്ടുകൊടുത്തില്ല, ഇയാൾ വിട്ടുകൊടുത്തില്ല, അങ്ങനെ എന്തോ എപ്പോഴും സ്ഥിരം ബസ്സുകാർക്ക് ഉണ്ടാകുന്ന നോർമൽ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചൊന്നും അതൊക്കെ നോക്കിയിരുന്ന് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വന്നു. ചായ നല്ല സൂപ്പർ ചായ ആയിരുന്നു. ബോണ്ടയും അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ബോണ്ടയായിരുന്നു. പക്ഷേ എണ്ണക്കടിയാണ്. ഷുട്ടുവിന് ഞാൻ ഉള്ളിൽ കുറച്ച് എരിവായതുകൊണ്ട് അത് കൊടുത്തില്ല. അവൾ പൊതുവേ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാറില്ല. പക്ഷെ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ നമ്മുടെ ബോണ്ടയുടെ തോല് മാത്രം കൊടുത്തു ആൾക്ക്. ബാക്കി ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല കഴിക്കാൻ. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. അവിടെ നല്ല ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബീഫ് റോസ്റ്റ് ചായക്ക് അത് മാത്രം കഴിക്കുക എന്നുള്ളത് അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളത് കഴിച്ചില്ല. അങ്ങനെ പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് പാട്ടും പാടി ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മൺഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് ഗാഡ്ജറ്റ്സിലേക്കായിരുന്നു. അവിടുന്ന് നമ്മൾ അധികം സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. സോ അവിടെ മെയിനായിട്ട് ഇന്ന് പോയതിൻ്റെ കാരണം നമുക്കൊരു പ്രിൻ്റർ നോക്കണമായിരുന്നു, നമ്മുടെ ഓൺലൈൻ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിട്ട്. അപ്പോൾ ഷുട്ടുപ്പിനെ ചെറുതായിട്ട് ഫോൺ കൊടുത്ത് അവിടെ സൈഡാക്കി, വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ പ്രിൻ്റർ നോക്കി പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളത് ഇല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഷുട്ടുവിന് അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടി. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പം നേരെ നമുക്ക് നമ്മുടെ ഓഫീസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് പോയി നമ്മളത് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ പയ്യാമ്പലത്തേക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചു. ഒരാൾ കുറേ നാളായി ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. സോ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇതാ ബീച്ചിലെത്തി. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പയ്യാമ്പലത്ത് പിന്നെ ഏത് സമയം നമ്മൾ പോയാലും ഫുൾ ഓഫ് ആൾക്കാരായിരിക്കും, ഒരു രക്ഷയില്ല. നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് തന്നെ ഇവളെ കളിക്കാൻ വിടുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ബേ 4 റെസ്റ്റോറൻറ്റിൽ കയറി. ആക്ച്വലി ക്ലബ് സുലൈമാനിൽ പോകാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ക്ലബ് സുലൈമാനിൻ്റെ പേര് ഓർമ്മ കിട്ടിയില്ല. അങ്ങനെ റെസ്റ്റോറൻറ്റ് മാറിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കയറി. തിരിച്ചെടുത്തു കുട്ടി വീണു.
ഞാൻ വലിയ കാര്യത്തിൽ പാട്ടൊക്കെ കിട്ടുന്നില്ല, ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ഫുഡ് വരുന്നവരെ മാത്രമേ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നുള്ളൂ. ആംബിയൻസ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് ക്ലീനിനെസ് കുറവായിരുന്നു. ഞാൻ വാഷ്റൂമിലൊക്കെ പോയപ്പോൾ പിന്നെ എനിക്ക് ക്ഷീണമായി, ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തന്തൂരി ചിക്കനും പിന്നെ നമ്മുടെ ഷീഷ് തൗക്ക് ഉണ്ടല്ലോ അതുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ട അടിപൊളി പൊറോട്ടയായിരുന്നു. കുഞ്ഞ് നമ്മുടെ കോയിൻ പൊറോട്ടൻ്റെ ഇച്ചിരി വലുത്, നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു. വേറെ ഒന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല കഴിച്ച്. എനിക്ക് ഭയങ്കര വിഷമായി. എന്ന് വെച്ചാൽ ഒന്നാമത് നല്ല വിശപ്പും ഉണ്ട്, പോരാത്തതിന് പൈസയും പോയി. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുട്ടുവിനൊന്നും കഴിച്ചില്ല, അവളൊരു പൊറോട്ട മാത്രമേ കഴിച്ചുള്ളൂ. ഞാനിത് റെക്കമെൻഡ് ചെയ്യൂല. നിങ്ങൾ പയ്യാമ്പലം വരുവാണെങ്കിൽ നിങ്ങൾ പോകണ്ടെന്ന് ഞാൻ പറയൂ. പക്ഷേ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്തല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ സോറി, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആംബിയൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ കിഡ്സ് ബേയിലെത്തി. ഇത് ഒരു ടർഫായിരുന്നു കേട്ടോ മുന്നേ. ഇപ്പോൾ അവരവിടെ കിഡ്സ് പ്ലേ ഏരിയ ആക്കിയിട്ടുണ്ട്. ഈ ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു. ഫുള്ള് നിറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഷുട്ടിന് നമ്മൾ മേലെ കയറ്റില്ല ഇതിനകത്ത്. അപ്പോൾ അവൾ താഴെ നിന്നിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത്, എന്താ പറയുക, വരുന്നേ ഉണ്ടായിരുന്നില്ല തിരിച്ച്. അപ്പോൾ അവളുടെ ആ ഒരു എന്താ പറയുക, സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു അവൾക്ക്. ഇഷ്ടം പോലെ പാരൻസും കുട്ടികളും ഉണ്ടായിരുന്നു. നോക്കി അമ്മ ഫോട്ടോ എടുക്കട്ടെ, നോക്കി ഇനി നോക്ക്, അമ്മേനല്ലേ നോക്കിതാ, ഫോട്ടോ എടുക്കട്ടെ. ഷുട്ടൂന് അവിടുന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വെപ്രാളവും കളിയൊക്കെ ആയിരുന്നു. ആൾക്ക് ആക്ച്വലി ഹൈറ്റ് അത്ര പേടിയാണ്, വലിയ സ്ലൈഡ്സിലൊന്നും കയറുന്നുണ്ടായിട്ടില്ല. ചെറുതിൽ കയറുന്നു, ഇറങ്ങുന്നു, അവൾ ഓടുന്നു, ചാടുന്നു, ഒന്നും പറയണ്ട. പേടിയാണെങ്കിലും എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവസാനം നമ്മൾ ഈ കുഞ്ഞ് സ്ലൈഡിൽ എത്തിപ്പെട്ടു. ഇതിനകത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ഊരി വരുന്നുണ്ടായിരുന്നില്ല. മറ്റേ നമ്മുടെ റൗണ്ടിലുള്ള സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ പോയിട്ടാകുമ്പോൾ അവൾക്ക് മീൻസ് പുറം കാണാൻ പറ്റാത്തതിനകത്ത് കയറിയാൽ ഇവൾക്ക് പേടിയാണ്. അപ്പം ഞാനത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. കുറച്ച് ചിലപ്പോൾ ടെൻഷനായി ആ കാണുന്ന സാധനമില്ലേ, അങ്ങനത്തേൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. അഥവാ അവൾക്ക് പകുതി പോയി പിന്നെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആൾക്കതൊരു ട്രോമയായി പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം പ്രോത്സാഹിപ്പിച്ചില്ല. അങ്ങനെ ഇതിലൊക്കെ വലിഞ്ഞ് കയറി പിടിച്ച് കയറി നമ്മൾ കുറച്ചൊക്കെ. അപ്പോൾ കുറേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ വലിയ കുട്ടികൾ എന്താ ചെയ്യുന്നത് അതുമാതിരി ചെയ്യാൻ അവൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത്ര എത്തൂല ആൾക്ക്. അങ്ങനെ ഇതിലൊക്കെ വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാത്തിനും എൻ്റെ ഒരു സപ്പോർട്ട് വേണമായിരുന്നു, കാരണം കുഞ്ഞല്ലേ, അവൾക്ക് എത്താറൊന്നും ആയിട്ടില്ല അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനൊന്നും. അങ്ങനെ ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു പരിപാടിയാണ്, ഇങ്ങനെ കളിക്കാൻ സ്പേസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ കുറേ നേരം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി, എല്ലാം ഒരു മിനിറ്റ് 2 മിനിറ്റ് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം തന്നെ വേറെ സംഭവത്തിൽ കയറണം. അങ്ങനത്തെ ഒരു ത്വരയായിരുന്നു. അവസാനം വരുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷനായിരുന്നു. കളിച്ച് കളിച്ച് മതിയോ, ഇതായിച്ചല്ല. ചുട്ടുക്ക് കളിച്ചിട്ട് ഇനി വേറൊരു ദിവസം വരാട്ടാ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ വേറെ ബീച്ചിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഒരു വിധം ഒന്ന് വണ്ടിയിൽ കയറ്റി. അല്ലെങ്കിൽ ഒരു വിധത്തിലും വരുന്നുണ്ടായിരുന്നില്ല, നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഓടിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഫുഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ 1000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കീപ് സപ്പോർട്ടിങ് അസ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.